ശരി, നിങ്ങളിനി സുധാകരനെയും സതീശനെയും ഒക്കെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പം തൽക്കാലം അങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. അതെന്താ അങ്ങനെ? അച്ഛന് പ്രിയപ്പെട്ട നേതാക്കളൊക്കെ അല്ലേ അവര്? അവരിപ്പം അങ്ങനെയല്ലേ പറയുന്നത്. അച്ഛൻ്റെ എഴുതിയ കത്തല്ല, നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവാന്നല്ലാതെ ഇന്നൊരാളെ കാണണമെന്നൊന്നും ഇപ്പം ഞങ്ങൾ തൽക്കാലം ചിന്തിച്ചിട്ടില്ല. ഈ കത്തൊക്കെ വായിച്ചു നോക്കുമ്പോൾ അച്ഛനെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യങ്ങൾ എന്തായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആ കത്തിനകത്ത് തന്നെ അച്ഛൻ പറയുന്നുണ്ടല്ലോ, ചെയ്തു തരാം എന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്തു തരുന്നില്ല. എൻ്റെ മക്കളെങ്കിലും രക്ഷിക്കണേ, എൻ്റെ മകനെങ്കിലും പെരുവഴിയിലേക്ക് ഇറക്കി വിടരുതേ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? ആ കത്തിൻ്റെ അടിയിൽ തന്നെ അച്ഛൻ പറയുന്നുണ്ട്, ഇങ്ങനെ പോലീസ് മേധാവിക്ക് മീഡിയൻ്റെ മുന്നിൽ കൂടെ ഇത് വരുത്താൻ ഇടവരുത്തരുതേ സാറെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പം അച്ഛൻ അത്രയും അച്ഛൻ്റെ പാർട്ടീനെ വിശ്വസിച്ചു കാണും. ശരി, ഇപ്പോൾ താങ്കൾ നേരത്തെ പറയുകയുണ്ടായി രമേശ് ചെന്നിത്തല ഒരു സംശയം പറയുകയുണ്ടായി എന്ന്. അങ്ങനെ നേതാക്കൾക്ക് സംശയമുണ്ടോ ഈ കൈപ്പട അച്ഛൻ്റേത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? ആ അതെ, അച്ഛൻ്റെ കൈപ്പട തന്നെയാണത്. ഈ സംഭവങ്ങളൊക്കെ ശേഷം നേതാക്കന്മാരാരെങ്കിലും, പ്രധാനപ്പെട്ട നേതാക്കന്മാരാരെങ്കിലും വീട്ടിൽ വന്നിരുന്നോ? മരിച്ചതിന് ശേഷം ആരും വന്നിട്ടില്ല. മരിച്ചതിന് ശേഷം അപ്പച്ചൻ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു, അല്ലാതെ ആരും വന്നിട്ടില്ല. ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് ഈ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഒരു കുടുംബം എന്ന നിലയിൽ നിങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്താണ് പത്മജ? ഞങ്ങൾ എന്താ പറയുക, 50 വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാണ് അച്ഛൻ. അച്ഛൻ്റെ റിക്വസ്റ്റ് പോലെ പറഞ്ഞ കാര്യം അത് അച്ഛൻ്റെ കൈപ്പടയല്ല എന്ന് പോലും അവർ പറയുന്ന സമയത്ത് ഭയങ്കര വിഷമമുണ്ട്. പിന്നെയും ആ മനുഷ്യനെ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് വെക്കുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്.